ഹായ് എവ്രി വൺ, വെൽക്കം ടു കൊമേഴ്സ് വേൾഡ്. ഫിഫ്ത്ത് സെമിത്തെ ഇൻകം ടാക്സ് എന്ന സബ്ജക്റ്റിത്തെ സെക്കൻഡ് ചാപ്റ്റർ ആണ് അഗ്രികൾച്ചറൽ ഇൻകം. സോ ഇതിൽ ആദ്യം വരുന്നതാണ് അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്നത് എന്താണെന്ന്. സോ നമുക്കറിയാം അഗ്രികൾച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ എക്കണോമിത്തെ ബാക്ക് ബോൺ ആണ്. നിയർലി വന്നിട്ട് 70% ഓഫ് പീപ്പിൾസ് വന്നിട്ട് അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കൺട്രിയാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. സോ അങ്ങനെ വരുമ്പോൾ അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്നത് ടോട്ടലി എക്സംപ്റ്റ് ആണ് ഇൻകം ടാക്സിൽ അണ്ടർ സെക്ഷൻ 1 സബ്സെക്ഷൻ 1 പറയുന്നത്. സോ നെക്സ്റ്റ് വരുന്നത് ഡെഫിനീഷൻ ആണ്. ഇതിൽ വന്നിട്ട് അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ സെക്ഷൻ 2 സബ്സെക്ഷൻ 1A പറയുന്നതാണ് എനി റെന്റ് ഓർ റവന്യൂ ഡിറൈവ്ഡ് ഫ്രം ലാൻഡ് ദാറ്റ് ഇസ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചറൽ പേർപ്പസ്. അതായത് ഒരു ലാൻഡോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി വന്നിട്ട് ഇന്ത്യയിൽ സിറ്റുവേറ്റ് ചെയ്തിട്ട് അത് അഗ്രികൾച്ചറൽ പേർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഒരു ഡെഫിനേഷൻ ആണ്. അതേപോലെ തന്നെ എനി ഇൻകം ഡിറൈവ്ഡ് ഫ്രം അഗ്രികൾച്ചർ ഓർ then any process ordinarily employed by a cultivator or receiver of rent in kind to make the produce fit to be taken to market എന്ന് പറയുന്നത് ഒരു ഡെഫിനേഷൻ ആണ്. അതേപോലെ തന്നെ the sale by a cultivator or receive of rent in kind of the production in respect of which no process has been performed other than the process of the nature described in the above paragraph എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഇൻകം വന്നിട്ട് നമുക്ക് അഗ്രികൾച്ചറിലൂടെ കിട്ടുന്നത്, അതായത് ആ ലാൻഡിൽ നിന്ന് കിട്ടുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും സോഴ്സസ് അഗ്രികൾച്ചറിന്റെ സോഴ്സസിലൂടെ കിട്ടുന്നതോ അതേപോലെ തന്നെ നമ്മുടെ കൾട്ടിവേറ്റർ ആസ് വെൽ ആസ് നമ്മുടെ റിസീവറിലൂടെ നമുക്ക് പോയി കിട്ടുന്നതാണ് നമ്മുടെ അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഫാം ഹൗസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻകത്തിന് നമ്മൾ എന്താന്ന് പറയാ അഗ്രികൾച്ചറൽ ഇൻകം എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ക്രൈറ്റീരിയ ടു ഡിറ്റർമൈൻ ദ അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്നത്. സോ ഇതിൽ വന്നിട്ട് 3 ക്രൈറ്റീരിയ ആണ് പറയുന്നത്. ഫസ്റ്റ് വരുന്നതാണ് ഇൻകം ഡിറൈവ്ഡ് ഫ്രം ലാൻഡ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ലാൻഡ് വന്നിട്ട് ഇന്ത്യയിൽ സിറ്റുവേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്ന ഇൻകം, കൾട്ടിവേറ്റ് ചെയ്തിട്ട് നമ്മൾക്ക് കിട്ടുന്ന ഇൻകം ആണ് ഇത് ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ആ ലാൻഡ് യൂസ് ചെയ്തു, ദെൻ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് ഇൻ ഇന്ത്യയിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾക്ക് അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ദെൻ അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് നമ്മൾക്ക് അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ലാൻഡ് ഇസ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചറൽ പേർപ്പസ്. ആ ലാൻഡ് വന്നിട്ട് നമ്മൾ അഗ്രികൾച്ചറൽ പേർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാണ്. ലൈക്ക് എങ്ങനെയാണ് ടില്ലിംഗ് ഓഫ് ദ ലാൻഡ്, സോയിങ് സീഡ്സ്, പ്ലാന്റിംഗ് ആൻഡ് സിമിലർ ഓപ്പറേഷൻസ് ആൻഡ് സബ്സിക്വന്റ് ഓപ്പറേഷൻസ് ലൈക്ക് വെഡിങ്, ഡിഗിങ് ഇതുപോലത്തെ വരുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് വന്നിട്ട് അഗ്രികൾച്ചറൽ ഇൻകത്തിൽ വന്നിട്ട് പെടും. ദെൻ നെക്സ്റ്റ് വരുന്ന ക്രൈറ്റീരിയ ആണ് ലാൻഡ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ. അതായത് വന്നിട്ട് മോർ ഓവർ അഗ്രികൾച്ചറൽ ഇൻകം വന്നിട്ട് മസ്റ്റ് ബി ഡിറൈവ്ഡ് ഫ്രം അഗ്രികൾച്ചറൽ ലാൻഡ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യയിലാണ് നമുക്ക് അഗ്രികൾച്ചറൽ ഇൻകം നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. സോ അങ്ങനെ വരുമ്പോൾ അഗ്രികൾച്ചറൽ ഇൻകം ഫ്രം ലാൻഡ് സിറ്റുവേറ്റഡ് ഇൻ ദ ഫോറിൻ ആണെങ്കിൽ നമ്മളത് എന്താ ചെയ്യുക, അത് നമ്മൾക്ക് അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് വന്നിട്ട് നമുക്ക് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരുന്ന പറയുന്നത്. അപ്പം ഇത്രയാണ് ക്രൈറ്റീരിയാസിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ടൈപ്സ് ഓഫ് അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്നത്. സോ ഇതിൽ വന്നിട്ട് മൊത്തം 6 ടൈപ്സ് ആണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് റെന്റ് ഓർ റവന്യൂ ഫ്രം അഗ്രികൾച്ചറൽ ലാൻഡ്. അതായത് നമ്മളിപ്പോൾ ഒരു ലാൻഡ് വന്നിട്ട് നമ്മൾ ലീസിങ്ങിന് വിടില്ലേ, അതുപോലെ കൊടുത്തു, എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂവോ അതിൽ നിന്ന് കിട്ടുന്ന റെന്റോ അത് നമ്മൾ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത് നമ്മളുടെ ഇന്ത്യയിൽ സിറ്റുവേറ്റ് ചെയ്യുന്നതായിരിക്കുമ്പോൾ. ദെൻ നെക്സ്റ്റ് ഇൻകം ഡിറൈവ്ഡ് ഫ്രം അഗ്രികൾച്ചർ. നമ്മൾ അഗ്രികൾച്ചർ ചെയ്തിട്ട് ഇപ്പം നമ്മൾ ഒരു ടൊമാറ്റോ വന്നിട്ട് നമ്മൾ അഗ്രികൾച്ചർ ചെയ്തു, എന്നിട്ട് നമ്മൾ അഗ്രികൾച്ചർ ചെയ്തിന്ന് ആ പ്രൊഡക്റ്റ് നമ്മൾക്ക് കിട്ടുന്ന ഇൻകം വന്നിട്ട് നമ്മൾ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യും. ദെൻ ഇൻകം ഫ്രം എനി പ്രോസസ് യൂസ്ഡ് ബൈ ദ കൾട്ടിവേറ്റർ ടു റെൻഡർ ദ പ്രൊഡക്റ്റ് മാർക്കറ്റബിൾ. അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് വന്നിട്ട് ഉൽപ്പാദനം ചെയ്തു, എന്നിട്ട് വന്നിട്ട് അത് മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റു. ആ മാർക്കറ്റിൽ വിൽക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലും അഡ്വർടൈസ്മെന്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള ചെറിയ സാധനങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതെന്താ വരിക, അത് വന്നിട്ട് അഗ്രികൾച്ചറൽ ഇൻകത്തിൽ വന്നിട്ട് ഇൻക്ലൂഡ് ആണ്. ദെൻ ഇൻകം ഫ്രം ദ സെയിൽ ഓഫ് പ്രൊഡ്യൂസ് റേസ്ഡ് ഓർ റിസീവ്ഡ് ആസ് റെന്റ് ഇൻ കൈൻഡ്. അതായത് റെന്റ് ആയിട്ടോ കൈൻഡ് ആയിട്ടോ നമ്മൾക്ക് കിട്ടുന്നത് വന്നിട്ട് നമ്മുടെ അഗ്രികൾച്ചറൽ ഇൻകം ആണ്. ഇത് പറയുമ്പോൾ എങ്ങനെയാ വരിക, സച്ച് പ്രൊഡ്യൂസ് ഹാസ് പുട്ട് ഇൻ എനി എക്സ്ട്രാ എഫോർട്സ് ആൻഡ് കോൺസിക്വന്റ്ലി ഹി മേക്സ് എനി എക്സ്ട്രാ പ്രോഫിറ്റ്.
ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് നമ്മൾ അഗ്രികൾച്ചറൽ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം നമ്മൾക്ക് അഗ്രികൾച്ചറൽ ഇൻകം ആണ്. ഓക്കെ, ദെൻ പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ആ കൾട്ടിവേറ്റർ വന്നിട്ട് ഏതെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്തിട്ട് പ്രോഫിറ്റ് കൂട്ടി കിട്ടുന്നതിന് വേണ്ടി ചെയ്യുന്ന ആ ഇൻകം എന്ന് പറയില്ലേ, ആ ഇൻകം എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഇൻകം ഫ്രം ബിൽഡിംഗ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചർ. അതായത് അഗ്രികൾച്ചറിന് വേണ്ടി യൂസ് ചെയ്യുന്ന ബിൽഡിങ്സ് ലൈക്ക് ഫാം ഹൗസോ അല്ലെങ്കിൽ ദ ബിൽഡിംഗ് ഈസ് ഓൺഡ് ആൻഡ് ഓക്യുപ്പൈഡ് ബൈ ദ കൾട്ടിവേറ്റർ ഓർ റിസീവ്ഡ് ഓർ റെന്റ് ഫ്രം ദ എനി സച്ച് ഓഫ് ലാൻഡ്. അങ്ങനെ വരുന്നത് വന്നിട്ട് നമ്മുടെ അഗ്രികൾച്ചറൽ ബിൽഡിംഗ് ആയിട്ട് വരും. അതേപോലെ തന്നെ നമ്മുടെ ഡ്വെല്ലിംഗ് ഹൗസ് ഓർ ദ സ്റ്റോർ ഹൗസ്, ഇപ്പം നമ്മൾ വെയർ ഹൗസ് ഒക്കെ യൂസ് ചെയ്യില്ലേ, അതെന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ഇൻകം ആണ്. ദെൻ അതേപോലെ തന്നെ ദ ലാൻഡ് ഇസ് ഐദർ അസസി ടു ലാൻഡ് റവന്യൂ ഇൻ ഇന്ത്യ ഓർ ഇൻ സബ്ജക്ട് ടു ദ ലോക്കൽ റേഞ്ച്. അതായത് വന്നിട്ട് അസസി വേറെ എവിടെയെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ലാൻഡ് വന്നിട്ട് ഇവിടെയാണ്, ആ ബിൽഡിങ്ങിൽ നിന്ന് കിട്ടുന്ന റെന്റ് എന്ന് പറയുന്നത് എന്തായിട്ട് ട്രീറ്റ് ചെയ്യുക, അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് എനി ഇൻകം ഡിറൈവ്ഡ് ഫ്രം സാപ്ലിംഗ് ഓർ സീഡിംഗ് ഗ്രോയിങ് ഇൻ നഴ്സറി എന്ന് പറയുന്നത് ഷുഡ് ബി ട്രീറ്റഡ് ആസ് അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ടാണ് നമ്മൾക്ക് കാണിക്കേണ്ടത്. ദെൻ ഇൻകം ഫ്രം സെയിൽ ഓഫ് ട്രീസ്, ബ്രീഡിങ്സ് ഓഫ് ലൈവ്ലിഹുഡ്സ്, ഫിഷിംഗ് ആക്ടിവിറ്റീസ്, പോപ്പുലർലി ഫോംസ്, ഇതൊക്കെ വന്നിട്ട് കനോട്ട് ബി ക്ലാസിഫൈഡ് ആസ് അഗ്രികൾച്ചറൽ ഇൻകം എന്നാണ് പറയുന്നത്. എന്നിട്ട് ടാക്സ് അടയ്ക്കേണ്ടതാണ്. ഇറ്റ് ഇസ് നോട്ട് എക്സംപ്റ്റ് ഫ്രം ഇൻകം ടാക്സ് എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് അസസ്മെന്റ് ഓഫ് അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്നത്. ഇതിൽ വന്നിട്ട് നമ്മൾ ടാക്സ് പേ ചെയ്യാനായിട്ട് ഓരോ സ്ലാബ് വന്നിട്ട് ഫിക്സ് ചെയ്യും, എന്നിട്ടാണ് നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ടത് അല്ലേ. സോ ഇതിൽ വന്നിട്ട് എങ്ങനെയൊക്കെയാണ് ഒരു അസസ്മെന്റ് വന്നിട്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഫസ്റ്റ് വരുന്നതാണ് ദ അസസി ഈസ് ആൻ ഇൻഡിവിജ്വൽ, എ ഹെഡ് എ ഫാമിലി, എ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ, ആൻ അസോസിയേറ്റ് പേഴ്സൺ ഓർ ആൻ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ. അങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത് ഫസ്റ്റ്. ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് ദ അസസി ഹാസ് നോൺ അഗ്രികൾച്ചറൽ ഇൻകം എക്സീഡിംഗ് ദ മാക്സിമം എമൗണ്ട് ഓഫ് എക്സംഷൻ. അതായത് അയാൾക്ക് വന്നിട്ട് അഗ്രികൾച്ചറൽ ഇൻകം അല്ലാതെ വേറെ ഏതെങ്കിലും ഇൻകം കിട്ടുകയാണെങ്കിൽ വന്നിട്ട് ആ പറയുന്ന ടാക്സ് ലാബിനെക്കാട്ടിലും കൂടാൻ പാടില്ല എന്നാണ് പറയുന്നത്. സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 3 lakhും, സൂപ്പർ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 5 lakhും, ഇൻ ദ കേസ് ഓഫ് HEF അതേപോലെ തന്നെ AOP BOI ആണെങ്കിൽ 2,50,000 ആയിരിക്കണം എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ദ അഗ്രികൾച്ചറൽ ഇൻകം ഓഫ് ദ അസസി എക്സീഡ് 5,000. ഈ 3 എണ്ണമാണ് നമ്മുടെ അസസ്മെന്റ് ഓഫ് അഗ്രികൾച്ചറൽ ഇൻകത്തിൽ. ദെൻ നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ റെസിപ്റ്റ് പറയുന്നുണ്ട്, അതേപോലെ തന്നെ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ പറയുന്നുണ്ട്. സോ ഇതിൽ വന്നിട്ട് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ റെസിപ്റ്റിൽ പറയുന്നതാണ് റെസിപ്റ്റ് ഇൻ ലംസം ഓർ ഇൻ ഇൻസ്റ്റാൾമെന്റ്, അതേപോലെ തന്നെ സോഴ്സസ് ഓഫ് റെസിപ്റ്റ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് റെസിപ്റ്റ്സ്, നെയിം ഓഫ് റെസിപ്റ്റ്സ്, ടൈം ഓഫ് റെസിപ്റ്റ്സ് എന്ന്. അപ്പോൾ ഈ 5 എണ്ണമാണ് പറയുന്നത്. ഇത് ജസ്റ്റ് എന്താണെന്നുള്ളത് നോക്കി വയ്ക്കുക. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് എക്സാമ്പിൾ ഓഫ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ്. ക്യാപിറ്റൽ റെസിപ്റ്റ്സിന്റെ എക്സാമ്പിളും അതേപോലെ തന്നെ റവന്യൂ റെസിപ്റ്റ്സിന്റെ എക്സാമ്പിൾ വന്നിട്ട് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, പഠിച്ചു വയ്ക്കാം. അപ്പോൾ എക്സാമ്പിൾ പറയുമ്പോൾ ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ആണെങ്കിൽ എന്തൊക്കെയാണ് വരിക, കോമ്പൻസേഷൻ റിസീവ്ഡ് ഫോർ ദ ലോസ് ഓഫ് ഫർദർ പ്രോഫിറ്റ്, അതേപോലെ തന്നെ നമ്മളുടെ സർപ്ലസ് റിലീസ്ഡ് ബൈ പാർട്ട്നേഴ്സ് അപ്പോൺ ദ സെയിൽസ് ഓഫ് റിയൽ പ്രോപ്പർട്ടീസ് റിസീവ്ഡ് ബൈ ദം, ദെൻ അതേപോലെ തന്നെ കോമ്പൻസേഷൻ റിസീവ്ഡ് ബൈ ദ റെയിൽവേ പാസഞ്ചർ, ദെൻ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ടെക്നിക്കൽ നോൺ ഹൗ, ദെൻ കോമ്പൻസേഷൻ റിസീവ്ഡ് ബൈ വൺ പാർട്ട്ണർ ഓഫ് എ പാർട്ട്ണർഷിപ്പ്, ദെൻ അതേപോലെ തന്നെ കോമ്പൻസേഷൻ റിസീവ്ഡ് ഫോർ ദ സസ്പെൻഷൻസ് ഓഫ് ദ എക്സ്പോർട്സ് ലൈസൻസ്. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ വന്നിട്ട് നമ്മുടെ എക്സാമ്പിൾ പറയുന്നതാണ്. ദെൻ അതേപോലെ തന്നെ റവന്യൂ റെസിപ്റ്റിൽ വരുന്നതാണ് ലംസം റിസീവ്ഡ് ഇൻ ദ കൺസിഡറേഷൻ ഓഫ് ദ റിഡക്ഷൻ ഇൻ റെമ്യൂണറേഷൻ, ദെൻ കൺസംഷൻ റിസീവ്ഡ് ഇൻ ദ premature terminations of contract, then lump sum royalty received in the advance, then damage awarded by the court to the company, then അതേപോലെ തന്നെ പെൻഷൻ വെദർ റിസീവ്ഡ് ഇൻ lump sum ഓൺ കൺസംഷൻസ്. ഇതൊക്കെ വന്നിട്ട് നമ്മളുടെ റവന്യൂ റെസിപ്റ്റിൽ വരുന്നതാണ്. ദെൻ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എക്സ്പെൻസ് ആണ് നെക്സ്റ്റ് വരുന്നത്. അതിൽ പറയുമ്പോൾ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എക്സ്പെൻസിൽ വന്നിട്ട് എക്സാമ്പിൾ ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും പറയുന്നുണ്ട്, എക്സാമ്പിൾ ഓഫ് റവന്യൂ എക്സ്പെൻഡിച്ചറും പറയുന്നുണ്ട്. സോ ഇതിൽ വന്നിട്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ വന്നിട്ട് കോസ്റ്റ് ഓഫ് റീകൺസ്ട്രക്ഷൻ, അതേപോലെ തന്നെ എക്സ്പെൻസസ് ഇൻകേർഡ് കണക്ഷൻ വിത്ത് ദ ലൈറ്റ്നിങ്, ദെൻ എക്സ്പെൻഡിച്ചർ ഓഫ് ഇൻകേർഡ് ഫോർ ഫിറ്റിംഗ് ന്യൂ വിൻഡോസ്, ദെൻ എക്സ്പെൻസസ് ഇൻകേർഡ് ഫോർ exceeding temperature stretcher, then payment made by the SEC with the view to keep in the competitors, then അതേപോലെ തന്നെ the price paid for the purchase, copyright, then amount paid to acquire manufacturing techniques, then price paid for the purchase of partner share, then payment made for the acquisition of goodwill.
ദെൻ അതേപോലെ തന്നെ റവന്യൂ എക്സ്പെൻഡിച്ചറിൽ വരുന്നതാണ് പേയ്മെന്റ് മെയ്ഡ് ഫോർ യൂസ് ഓഫ് ട്രേഡ് മാർക്സ്, അതേപോലെ തന്നെ എക്സ്പെൻസസ് ഇൻകേർഡ് ഫോർ ദ പ്രൊട്ടക്ഷൻസ് ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ്, ദെൻ എക്സ്പെൻസസ് ഇൻകേർഡ് ഫോർ ഫൈൻഡിങ് ഓഫ് കസ്റ്റമേഴ്സ്, ദെൻ റിബേറ്റ്സിന് വരുന്നത്, ദെൻ അതേപോലെ തന്നെ റേസിംഗ് ലോൺസിൽ വരുന്ന എക്സ്പെൻഡിച്ചേഴ്സ്, അതേപോലെ തന്നെ ടാക്സ് ഇമ്പോസ് ചെയ്തിട്ട് വരുന്ന എക്സ്പെൻഡിച്ചേഴ്സ്, അതേപോലെ തന്നെ എക്സ്പെൻഡിച്ചേഴ്സ് മെയിൻറ്റെയിനിങ്സിന് വന്നിട്ട് വരുന്ന എക്സ്പെൻഡിച്ചേഴ്സ്. അപ്പോൾ ഇത് വന്നിട്ട് ജസ്റ്റ് എന്താണെന്നുള്ളത് പഠിച്ചു വയ്ക്കുക. ഇത് എന്താ മീനിങ് നമുക്ക് ചോദിക്കുന്നില്ല, ജസ്റ്റ് വന്നിട്ട് എക്സാമ്പിൾസ് എന്താന്ന് മാത്രം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദെൻ ഇതിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഡിഫറൻസ് ബിറ്റ്വീൻ റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. സോ ഇതിൽ ഫസ്റ്റ് പറയുന്നതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഇറ്റ് ഇൻകേർഡ് അക്വയറിംഗ് ഓർ എക്സ്റ്റെൻഡിങ് ഓർ ഇംപ്രൂവിംഗ് ദ ഫിക്സഡ് അസറ്റ്സ്. അതായത് ഒരു ഫിക്സഡ് അസറ്റ്സിനെ വന്നിട്ട് അക്വയർ ചെയ്യാനും എക്സ്റ്റെൻഡ് ചെയ്യാനും ഇംപ്രൂവ് ചെയ്യാനും കൊണ്ടുവന്നതാണ് നമ്മളുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. നമ്മൾക്കറിയാലോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അപ്പോൾ നമ്മുടെ ക്യാപിറ്റലിനെ വന്നിട്ട് ഇംപ്രൂവ് ചെയ്യാനായിരിക്കും അത് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അല്ലേ. ദെൻ നെക്സ്റ്റ് വരുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എന്താണ്, ഇതെങ്ങനെയാണ് ഇൻകേർഡ് ചെയ്തെന്ന് വെച്ചാൽ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്, അതായത് നമ്മുടെ നോർമൽ ബിസിനസ് റൂട്ടീനെ വന്നിട്ട് ഇംപ്രൂവ് ചെയ്യാൻ കൊണ്ടുവന്നതാണ് നമ്മുടെ റവന്യൂ എക്സ്പെൻഡിച്ചർ. ദെൻ നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ബെനിഫിറ്റ്സ് ഫോർ ദ സെവറൽ പ്രീവിയസ് ഇയേഴ്സിനെ വെച്ചിട്ടായിരിക്കും നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് വന്നിട്ട് ബെനിഫിറ്റ്സ് തരുന്നത്. ദെൻ നമ്മുടെ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് കൺസ്യൂംഡ് വിത്തിൻ ദ പ്രീവിയസ് ഇയർ, അതായത് വിത്തിൻ ദ പ്രീവിയസ് ഇയറിലാണ് നമ്മുടെ റവന്യൂ എക്സ്പെൻഡിച്ചർ വരുന്നത്. നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പറയുന്നത് പ്രീവിയസ് ഇയർ ഇത് പ്രൊഡ്യൂസ് ചെയ്തതിലൂടെയാണ് നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് വന്നിട്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മേക്സ് ഇംപ്രൂവ്മെന്റ് ഇൻ ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ബിസിനസ്, അതായത് നമ്മുടെ ഏർണിംഗ് കപ്പാസിറ്റി, ബിസിനസ് ചെയ്ത ഏർണിംഗ് കപ്പാസിറ്റി വന്നിട്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് വന്നിട്ട് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ദെൻ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താ ചെയ്യുക, മെയിൻറ്റെയിനിങ് ദ പ്രോഫിറ്റ് മേക്കിംഗ് കപ്പാസിറ്റി, പ്രോഫിറ്റ് മേക്കിംഗ് കപ്പാസിറ്റി ആയിരിക്കും നമ്മുടെ റവന്യൂ എക്സ്പെൻഡിച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ദെൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇസ് നോൺ റെക്കറിംഗ് എക്സ്പെൻഡിച്ചർ ആണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ is non-recurring expenditure. Then revenue expenditure is recurring expenditure എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഡിഫറൻസ് വരുന്നത്. നാല് പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ അഗ്രികൾച്ചറൽ ഇൻകത്തിൽ നിന്ന് വരുന്നത്. സോ ഇതിൽ വന്നിട്ട് നമ്മുടെ ഡെഫിനേഷൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഡിഫറൻസ് ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. ദെൻ അതേപോലെ തന്നെ എക്സാമ്പിൾ ഓഫ് ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ആൻഡ് എക്സാമ്പിൾ ഓഫ് റവന്യൂ റെസീപ്റ്റ്സ് ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഇതിൽ കൂടുതൽ പ്രോബ്ലംസ് വന്ന് കണ്ടിട്ടില്ല. Thanks for watching.